ഇരട്ടിപ്പാറയെന്ന് പിന്നെ നീ ആ പെണ്ണിനെ അങ്ങോട്ട് എങ്ങോട്ടാടാ പോയത്? സത്യമേ പറയാവൂ, കള്ളം പറഞ്ഞാൽ നിന്നെ കൊന്നി അതിനകത്ത് കെട്ടിത്തൂക്കും. എങ്ങോട്ടാടാ പോയത്? കോട്ടയത്തിന്. അവിടെ വെച്ച ഞാൻ രാജമ്മ ചേച്ചിയെ പരിചയപ്പെട്ടത്. സിഗ്നല് കൊള്ളാലോ. പരിചയമില്ലാത്ത സ്ഥലല്ലേ ചേച്ചി? മോളുടെ പേരെന്താ? രമണി. രമണി. സുന്ദരി കുട്ടിയാ. രാജമ്മ ചേച്ചി എന്റെ അമ്മ വഴി ഒരു ബന്ധുക്കാരിയാ. എന്നാ വേണമെന്നറിയാതെ കറങ്ങി നിൽക്കുമ്പോഴാ ചേച്ചിയെ കണ്ടത്. ഭാഗ്യം. ഒന്ന് പോടാ. അങ്ങനെ മുള്ളിയപ്പ തെറിച്ച എന്തോന്നും അല്ല മോളെ. എവന്റെ അമ്മയെ എന്റെ അമ്മായിയാ. എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഇതിനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് വന്നാ പോരായിരുന്നോ? ഇത് കാശത്രയാ വെറുതെ ഹോട്ടലുകാർക്ക് കൊടുത്തത്. എത്ര ദിവസമായി നിങ്ങൾ അവിടുന്ന് മുങ്ങിയിട്ട്? ഇന്നേക്കിപ്പോ 5 ദിവസമായി. ഏതായാലും വന്നത് വന്നു. ഇനി അതോർത്ത് ദണ്ണം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതെ അതെ. ഒന്നുമില്ലേലും ഇത്രയും പഠിപ്പുള്ള കൊച്ചല്ലേ, ഒരു ജോലിയൊക്കെ നമുക്ക് ഒപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് സാറുമാരെയൊക്കെ പരിചയമുണ്ട്, അവരെ മുട്ടിച്ചു തരാം. എന്നാ എല്ലാം കെട്ടിപ്പറക്ക്, നമുക്ക് എന്റെ വീട്ടിൽ പോവാം. എന്താ? റൂം നമ്പർ 23 സർവേ ചെയ്ത് നിന്നിട്ട് ബാക്കിയുള്ള ഒരു പൊറോട്ട് മാറിയേ. എന്റെ പേരെന്താ? വർഗീസ് ജോസഫ്. വർഗീസ്, ഈ ഇരിക്കുന്ന പെൺകുട്ടി അറിയോ? അറിയും. എങ്ങനെ, മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ താമസിക്കാൻ വന്നപ്പോ കണ്ടുള്ള പരിചയവാ. ഈ കുട്ടിയുടെ മുറിയിൽ സെർവിങ്ങിന് എത്ര വട്ടം പോയിട്ടുണ്ടാവും താൻ? അത് കൃത്യമായിട്ട് പറയാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട് സാർ. അവിടെ വന്ന ഗസ്റ്റുകൾ എത്ര പേരുണ്ടാവും ഏകദേശം? അത് ഒത്തിരി പേര് വന്നു പോയി സാർ. എങ്ങനെ വന്നിട്ട് ഉടനെ അങ്ങ് പോവുകയാണ്? ഈ വരുന്ന ഗസ്റ്റുകൾക്ക് എന്താണ് വർഗീസ് സാധാരണ സെർവ് ചെയ്യാറുള്ളത്? ചിലര് ലിക്കർ ഓർഡർ ചെയ്യും, ചിലര് ബിയർ, ചിലര് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ടിപ്പ് തരാറുണ്ടോ ഇവരൊക്കെ? ഉവ്വ്. ഏറ്റവും കൂടുതൽ ടിപ്പ് തന്ന ആരാ? അത് കോലഞ്ചേരിന്ന് വന്ന അഗസ്റ്റിൻ സാറാ. വക്കീലാന്നാ പറഞ്ഞേ. മൂപ്പര് 3000 2000 ഒക്കെ തന്നിട്ടുണ്ട് പലവട്ടം. ഈ അഗസ്റ്റിൻ വക്കീല് എത്ര വട്ടം വന്നു പോയി? 3-4 വട്ടം വന്നതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോ അഗസ്റ്റിൻ വക്കീലിന്റെ കയ്യിൽ നിന്ന് തന്നെ കാശിത്തിരി ഉണ്ടാക്കി അല്ലേ? ഇതിലാരാ സ്വാമിനാഥൻ? ഞാനാണ് സർ. സ്വാമിനാഥന്റെ പേരിൽ ചില കംപ്ലൈന്റുകളൊക്കെ മാനേജർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സ്വാമിനാഥ. എന്താണ് സ്വാമിനാഥന്റെ പേരിലുള്ള കംപ്ലൈന്റ്? എടോ, തന്റെ പേരിൽ ഇവിടെ താമസിക്കുന്ന ഗസ്റ്റുകളിൽ ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതെന്താണെന്നാണ് ചോദിച്ചത്. അത് ചോദ്യം മനസ്സിലായില്ലേ? ക്ലോസ് ചെയ്ത മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി. എന്നിട്ട് സ്വാമിനാഥൻ എന്താണ് കണ്ടത്? അത് ആരായിരുന്നു അപ്പൊ മുറിയിൽ ഉണ്ടായിരുന്നത്? പേരറിയില്ല സർ. അവിടെ അപ്പൊ എന്താ നടന്നോണ്ടിരുന്നത്?
പറയുന്നോ അതോ ഞാൻ പറയിക്കണോ? ആവുന്ന സാറും ഈ കൊച്ചും കൂടി കൂടി പറയടാ. ആദ്യം സാർ ഈ കൊച്ചിന്റെ കൈ പിടിച്ച് മടിയിലിരുത്തി. ബാക്കി എന്റെ മോളെ കൊണ്ട് പറയിപ്പിക്കാം സാർ. ഒളിഞ്ഞു നോക്കി കണ്ട അയാളെക്കാൾ വിസ്തരിച്ച് അവൾക്ക് പറയാൻ പറ്റും. മിസ്റ്റർ, ഇത് കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമാണ്. ഈ നടന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഞങ്ങൾ കൂടെ ബോധ്യപ്പെടണമല്ലോ. അല്ലാതെ അവനുണ്ടായിരുന്നു ഇവനുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ കണ്ണടച്ച് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ണിക്കണ്ട പത്രക്കാരെയും ടി വിക്കാരും ഒക്കെ വിശ്വസിച്ചിട്ടിരിക്കുക ഞാനും എന്റെ മോളും. ഈ ഇരിക്കുന്ന പെൺകുട്ടി എന്റെ മോളാണ് സാർ, എന്റെ ചോരയെ പറഞ്ഞ മോള്. ലിസമ്മ സാമുവൽ ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്നും ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായിട്ടും 40 ദിവസക്കാലം ഈ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലെ സാഹചര്യങ്ങളെക്കാൾ സേഫ് ഇതാണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ലിസമ്മ ഒരു വട്ടമെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? സർവശക്തനും നിത്യനും നീതിമാനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. സാമുവേലിനും ലില്ലിക്കുട്ടിക്കും അവിടുന്ന് ദാനമായി നൽകിയ ലിസമ്മ എന്ന ഈ കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹിന്ദുവികാരം മനസ്സിലാക്കുക. സർക്കാർ നീതി പാലിക്കുക. മുഖ്യമന്ത്രി നീതി പാലിക്കുക. ധർമ്മവേദി സിന്ദാബാദ്. ധർമ്മവേദി സിന്ദാബാദ്. സൂചന സർക്കാർ നീതി പാലിക്കുക. മുഖ്യമന്ത്രി നീതി പാലിക്കുക. എനിക്കും എന്റെ മോക്കും പരാതിയൊന്നുമില്ല സർ. സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. തെളിവെടുപ്പെന്നും പറഞ്ഞ് എന്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എന്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുവാണ് സാർ. കേസും കോടതി ഒന്നും വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സാർ. ഞങ്ങൾക്ക് ഈ പോലീസിന്റെ നീതി വേണ്ട. ഞാനങ്ങനെ കാല് പിടിക്കാം. ക്ഷമിക്കണം സാർ, സാമൂല് വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. ക്ഷമിക്കണം. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഏമാനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. ഇന്നെ വേണം. യെസ് സർ.